ഈ കഴിഞ്ഞ ദിവസം നമ്മൾ സ്ക്രാപ്പിൽ പോയെടുത്ത ഓരോരോ സാധനങ്ങളായിട്ട് നമ്മൾ റീസ്റ്റോർ ചെയ്ത് വരുവാണ്. അന്ന് അവിടെ നിർത്ത മൊസ്കിറ്റോ ബാറ്റ് വെച്ച് നമുക്ക് ഒരു ഫ്ലൈ ക്യാച്ചർ എങ്ങനെ നിർമ്മിക്കാമെന്ന് നോക്കാം. അപ്പോൾ ഞാൻ രാവിലെ നമ്മുടെ മൊസ്കിറ്റോ ട്രാപ്പ് ഇന്നലെ വെച്ച് നോക്കാൻ വന്നതാണ്. ഇവിടെ വെളിയിലാണ് ഞാൻ വെച്ചിരിക്കുന്നത്. ഇവിടെ നല്ല മഴയായതുകൊണ്ട് ഞാനിങ്ങനെ മഴയൊന്നും കൊള്ളാത്ത രീതിയിലാണ് ഇത് വെച്ചേക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് പൊട്ടും സൗണ്ട് കേൾക്കാം. എന്തായാലും നിങ്ങളിപ്പോൾ കാണിച്ചു തരാം. അത് കണ്ടില്ലേ ഗായ്സ്, നമ്മുടെ നിറയെ ഈച്ചയുണ്ട് കേട്ടോ. അകത്തെല്ലാം ഈച്ച കിടപ്പുണ്ട്. മണ്ടയ്ക്ക് വീഴ്ചയുണ്ട്. നമ്മൾ കവർ ചെയ്യാത്തതുകൊണ്ട് മണ്ടയ്ക്ക് വീഴ്ച കിടപ്പുണ്ട്. ഇതിനകത്തൊരു ബാറ്റിൻ്റെ ബോർഡ് ഊരിയെടുത്ത് ഞാൻ പുതിയൊരു ബാറ്റ് കണക്ട് ചെയ്യുന്ന സമയത്ത് ഇതിനകത്തെ ബോർഡ് കൃത്യമായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി മൊസ്കിറ്റോ ബാറ്റിനകത്ത് വരുന്ന നെറ്റ് നമുക്ക് ഊരിയെടുത്ത് സ്ക്വയർ ടേബിൾ കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ ബോഡി നിർമ്മിക്കാനായിട്ട് 6mm ഫോറക് ഷീറ്റാണ് യൂസ് ചെയ്യുന്നത്. അത് നമുക്ക് ആവശ്യാനുസരണം കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ബോഡി നിർമ്മിച്ചെടുക്കാം. എന്നിട്ട് ആദ്യം ചെറിയ കണ്ണിയുള്ള വല എടുത്ത് നമുക്കൊരു സൈഡിലോട്ട് ഫിറ്റ് ചെയ്യാം. എന്നിട്ട് അതിന് തൊട്ട് മുകളിലോട്ട് വലിയ കണ്ണിയുള്ള വലയും ഫിറ്റ് ചെയ്യാം. ഇത് തമ്മിൽ നമ്മൾ ടച്ച് ആവാതെ നോക്കണം. ഇനി ഈ ബോക്സിൻ്റെ സെൻറ്ററിലായിട്ട് 12 വോൾട്ടിൻ്റെ 2 LED നമുക്ക് ഫിറ്റ് ചെയ്യാം. അങ്ങനെ ഈ ബോക്സിൻ്റെ രണ്ട് സൈഡ് നമ്മൾ നെറ്റ് ഫിറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ വലിയ കണ്ണിയുള്ള നെറ്റിൽ നിന്നും ചെറിയ കണ്ണിയുള്ള നെറ്റിൽ നിന്നും ഓരോ വയർ നമുക്ക് പുറത്തോട്ടെടുക്കാം. ഇനി ഇതിൻ്റെ അടിഭാഗത്തിന് നമുക്ക് പുതിയൊരു ബോക്സ് ഫോറക് ഷീറ്റിൽ ഉണ്ടാക്കിയെടുക്കാം. എന്നിട്ട് ഇതിനകത്തോട്ട് 2 സ്വിച്ച് ഒരു സോക്കറ്റോട് നമുക്ക് ഫിറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് 12 വോൾട്ട് DC 5 വോൾട്ട് DC ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഒരു കൺവേർട്ടറിനെ എടുത്തിട്ടുണ്ട്. ഈ കൺവേർട്ടറിൻ്റെ ഔട്ടിലോട്ട് നമുക്ക് മൊസ്കിറ്റോ ബാറ്റിൻ്റെ ബാറ്റിൽ നിന്നുള്ള കണക്ഷൻ സോൾവ് ചെയ്യാം. ഇനി മൊസ്കിറ്റോ ബാറ്റിൻ്റെ ഹൈ വോൾട്ടേജ് സെക്ഷനിലോട്ട് നമുക്ക് നെറ്റിൽ നിന്നെടുത്ത വയറോടെ സോൾവ് ചെയ്ത് കൊടുക്കാം. ഇനി LED നിന്ന് വരുന്ന കണക്ഷൻ നമുക്ക് 12 വോൾട്ട് ഇൻപുട്ട് സെക്ഷനിലോട്ട് സോൾവ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഡ്യുവൽ സൈഡിൻ ടേപ്പിൻ്റെ സഹായത്തോടെ നമുക്ക് ഈ ഒരു ബോർഡെല്ലാം ഇതിനകത്തോട്ട് ഉറപ്പിച്ച് കൊടുത്തിട്ട് ഈ ഒരു ബോക്സ് ഫുള്ളായിട്ട് ക്ലോസ് ചെയ്യാം. അങ്ങനെ നമ്മുടെ മൊസ്കിറ്റോ ട്രാപ്പിൻ്റെ വർക്ക് ഏകദേശം കഴിഞ്ഞിരിക്കുകയാണ്. ഇതിൻ്റെ രണ്ട് സൈഡിൽ ഓപ്പണിംഗ് ഉണ്ട് കേട്ടോ. LED ലൈറ്റും അതുകൊണ്ട് തന്നെ ഇതിൻ്റെ മൊസ്കിറ്റോ ഷോക്ക് അടിക്കുന്ന സാധനത്തിൻ്റെ ലൈറ്റ് സ്വിച്ചും ഇതാണ്. ഇതിൻ്റെ പവർ അഡാപ്റ്റർ ഇതാണ്. അപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടി 12 വോൾട്ടിൻ്റെ അഡാപ്റ്റർ ഞാൻ കൊത്തി എടുത്തിട്ടുണ്ട്. ജസ്റ്റ് പിൻ ചെയ്യാം. പിൻ ചെയ്ത് ആദ്യത്തെ സ്വിച്ച് ഓൺ ആക്കുമ്പോൾ LED കണ്ടില്ലേ. സെക്കൻഡ് സ്വിച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ മൊസ്കിറ്റോ ട്രാപ്പിൻ്റെ ആ ഷോക്ക് അടിക്കുന്ന സാധനമല്ലേ, അത് വർക്കാവും. നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ ജസ്റ്റ് ആണെങ്കിൽ ഒരു സ്ക്രൂ ഡ്രൈവർ എടുത്തിട്ടുണ്ട്. അത് വെച്ച് നമുക്ക് അകത്തോട്ട് ഇങ്ങനെ ഇട്ട് നോക്കാം. കണ്ടില്ലേ, തിരിച്ച് വെച്ചാലും ഈ സാധനം വർക്കാവും. അപ്പോൾ എന്തായാലും നമുക്ക് ഒരു ദിവസം ഇങ്ങനെ വെച്ചേക്കാം. അപ്പോൾ ഞാൻ രാവിലെ നമ്മുടെ മൊസ്കിറ്റോ ട്രാപ്പ് ഇന്നലെ വെച്ച് നോക്കാൻ വന്നതാണ്. ഇവിടെ വെളിയിലാണ് ഞാൻ വെച്ചിരിക്കുന്നത്. ഇവിടെ നല്ല മഴയായതുകൊണ്ട് ഞാനിങ്ങനെ മഴയൊന്നും കൊള്ളാത്ത രീതിയിലാണ് ഇത് വെച്ചേക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് പൊട്ടും സൗണ്ട് കേൾക്കാം. എന്തായാലും നിങ്ങളിപ്പോൾ കാണിച്ചു തരാം. അത് കണ്ടില്ലേ ഗായ്സ്, നമ്മുടെ നിറയെ ഈച്ചയുണ്ട് കേട്ടോ. അകത്തെല്ലാം ഈച്ച കിടപ്പുണ്ട്. മണ്ടയ്ക്ക് വീഴ്ചയുണ്ട്. നമ്മൾ കവർ ചെയ്യാത്തതുകൊണ്ട് മണ്ടയ്ക്ക് വീഴ്ച കിടപ്പുണ്ട്. കണ്ടോ, ഞാൻ ആക്രിക്കടലിൽ നിന്നെടുത്ത മൊസ്കിറ്റോ ബാറ്റിൻ്റെ ബോർഡ് വെച്ചിട്ട് ഒരു ഫ്ലൈ ക്യാച്ചറിൻ്റെ റിസൾട്ടാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത്. അത്യാവശ്യം നല്ല റിസൾട്ട് ഉണ്ട്. ഞാൻ പ്രതീക്ഷിച്ച റിസൾട്ട് ഉണ്ട് കേട്ടോ. ഈ ഒരു റീൽ കണ്ടിട്ട് നിങ്ങൾക്കൊന്നും മനസ്സിലായില്ല എന്ന് എനിക്കറിയാം. അപ്പോൾ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലും ഫേസ്ബുക്ക് പേജിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കയറി കണ്ടു കഴിഞ്ഞാൽ നമുക്കിത് പൂർണ്ണമായിട്ട് ഉണ്ടാക്കുന്നത് മനസ്സിലാവും.